ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയേട്ടൻ എന്നെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, ഈ താലി ഇടാനുള്ള അനുവാദം എനിക്ക് തരണം. എൻ്റെ ജീവിതകാലം അവസാനം വരെ ഈ താലി എന്നോടൊപ്പം വേണമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, താൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ തന്നോട് ചെയ്ത ദ്രോഹങ്ങളുടെ കൂട്ടത്തിൽ താൻ ഇതും കൂടി കൂട്ടിയാൽ മതി. നമ്മുടെ ഡിവോഴ്സിന് ശേഷം താൻ ആ താലിമാല കഴുത്തിൽ അണിയാൻ പാടില്ല. ആ താലിമാല ഇവിടെ അഴിച്ചു വെച്ചിട്ട് വേണം താൻ ഇവിടെ നിന്ന് പോകാനെന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോകുമ്പോൾ ആകെ തകർന്ന് തൻ്റെ വിവാഹം നടന്നതു മുതലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് മീര അനഘയ്ക്ക് ചായ കൊടുക്കുന്നതാണ്. ചായ കുടിച്ച് ചായ കുറ്റം പറയുകയാണ് അനഘ. നിനക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ തനിയെ പോയിട്ട് കുടിക്കാൻ പറഞ്ഞ് മീര താഴേക്ക് പോകുന്നു. അപ്പോഴാണ് അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം അനഘയ്ക്ക് ഓർമ്മ വരുന്നത്. ഇന്ന് തൊട്ട് തന്നെ മാറ്റങ്ങളാകാം. അത്രയും പറഞ്ഞുകൊണ്ട് അനഘ സാരി ഉടുത്തുകൊണ്ട് സന്ദീപിന്റെ മുറിയിലേക്ക് ചായയുമായി ചെല്ലുകയാണ്. അനഘയുടെ പുതിയ രൂപം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് സന്ദീപ്. തുടർന്ന് സന്ദീപിനോട് അനഘ പറയുകയാണ്, ഞാൻ സന്ദീപിന് വേണ്ടി ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനേ ഇന്റർനെറ്റ് നോക്കി ഉണ്ടാക്കിയതാ. നല്ല ചായയാ. ഇതേപോലുള്ള വെറൈറ്റി ചായകള് എല്ലാ ദിവസവും ഞാൻ സന്ദീപിന് കൊണ്ടുതരാം. അത് പിന്നെ മീര ചേച്ചി ചായ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നെന്ന് സന്ദീപ് പറയുമ്പോൾ അതൊരു കാശിനും കൊള്ളില്ലെന്നും സന്ദീപ് ഇത് കുടിച്ചാൽ മതിയെന്നും പറഞ്ഞ് സന്ദീപിനെ ചായ ഏൽപ്പിച്ച് പോവുകയാണ് അനഘ. ആ ചായ കുടിക്കുന്ന സന്ദീപ് പെട്ടെന്ന് തന്നെ ആ ചായയുടെ ഗ്ലാസ് എടുത്ത് മാറ്റിവെച്ച് മീരയുടെ ചായ എടുത്ത് കുടിക്കുന്നു. തുടർന്ന് താഴേക്ക് ചെല്ലുന്ന അനഘയെ കണ്ട് സ്നേഹ അമ്പരന്ന് നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ലുക്കെന്ന് അനഘ ചോദിക്കുമ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് സ്നേഹ പറയുന്നു. ഇത് തന്നെ ആ സന്ദീപും പറഞ്ഞത്. ഞാൻ ചെന്ന് അച്ഛന് മരുന്നെടുത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അനഘ സേതുമാധവന്റെ മുറിയിലേക്ക് പോവുകയാണ്. സേതുമാധവൻ അനഘയെ കണ്ടവനും ചോദിക്കുകയാണ്, ഇതെന്താ പുതിയ വേഷമൊക്കെ കൊള്ളാമല്ലോ. എല്ലാവരും ഇത് തന്നെയാണല്ലോ ചോദിക്കുന്നത്. എല്ലാവർക്കും ഒരു മാറ്റം നല്ലതല്ലേ എന്ന് അനഘ ചോദിക്കുമ്പോൾ മോൾക്ക് സാരി നന്നായി ചേരുന്നുണ്ടെന്ന് സേതുമാധവൻ പറയുന്നു. ഞാനേ അങ്കിളിന് ഗുളിക എടുത്തു തരാൻ വന്നതാ. അതിനു മോൾക്ക് എൻ്റെ ഗുളിക അറിയാമോ എന്ന് സേതു ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ലേ പഠിക്കുന്നത്, പേര് കണ്ടാൽ അറിയാമെന്ന് പറഞ്ഞ് അനഘ ഗുളികയുടെ ബോക്സ് തുറക്കുകയാണ്. അതിൽ എല്ലാ ഗുളികയും കൂടി കിടക്കുന്നത് കണ്ട് കൺഫ്യൂഷനോടെ ഏതോ ഒരു ഗുളിക എടുത്ത് പൊട്ടിച്ച് അനഘ സേതുവിന് നൽകുമ്പോൾ സേതു പറയുകയാണ്, സാധാരണ ഇതല്ല കഴിക്കാറ്. നമുക്കൊരു കാര്യം ചെയ്യാം, അർച്ചനയെ വിളിക്കാം എന്ന് പറഞ്ഞ് സേതു അർച്ചനയെ വിളിക്കുമ്പോൾ അർച്ചന പെട്ടെന്ന് തന്നെ താഴേക്ക് ചെല്ലുന്നു. അത് പിന്നെ അങ്കിളിൻ്റെ മരുന്നുകൾ ഏതാണെന്ന് പറഞ്ഞു തരണമെന്ന് അനഘ പറയുമ്പോൾ മരുന്നിൻ്റെ ബോക്സ് എടുത്ത് കാണിക്കുകയാണ് അർച്ചന. അല്ല, അപ്പോൾ ഈ ബോക്സ് എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അതച്ഛൻ്റെ ഓപ്പറേഷൻ്റെ സമയത്തുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണെന്ന് അർച്ചന പറയുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘയും സേതുവും. എന്താണെങ്കിലും അർച്ചന മോള് വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇവളെന്നെ എക്സ്പയറി ഡേറ്റ് തന്ന ഗുളിക തന്ന് കൊന്നേനെയെന്ന് സേതു മനസ്സിൽ പറയുകയാണ്. തുടർന്ന് അനഘ പറയുകയാണ്, ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കണ്ടേ. അപ്പോഴാണ് ആ ഡിവോഴ്സ് നോട്ടീസിന്റെ കാര്യം അർച്ചനയ്ക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ അർച്ചന ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ്. അതേസമയം മുറിയിലേക്ക് അർച്ചനയെ തിരക്കി വരുന്ന ആവണിക്ക് ടേബിളിന്റെ അടിയിൽ നിന്നും ഡിവോഴ്സ് നോട്ടീസ് കിട്ടുകയും അതുകൊണ്ട് താഴേക്ക് പോവുകയുമാണ്. അപ്പോഴാണ് മീര ആവണിക്കുള്ള പാലുമായി വരുന്നത്. അങ്ങനെ ആവണി ആ പേപ്പർ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതറിയാതെ മുറിയിലേക്ക് ചെല്ലുന്ന അർച്ചന ഡിവോഴ്സ് നോട്ടീസിന് വേണ്ടി മുറിയാകെ തിരയുകയാണ്. എന്നാൽ എവിടെയും കാണുന്നില്ല. അതേസമയം സേതുമാധവൻ ഹാളിൽ വന്നിരുന്ന് ചായ കുടിക്കുകയും സേതുമാധവന്റെ കാൽക്കലേക്ക് ഈ ഡിവോഴ്സ് നോട്ടീസ് പറന്നു വീഴുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.